ഇവർക്ക് വിവാഹത്തിന് ശേഷം ഏകദേശം 6 വർഷത്തോളം കുട്ടികളുണ്ടായിരുന്നില്ല. അതിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. സഹോദരന് കൗണ്ടിൻ്റെ കുറവുണ്ടായിരുന്നു. ഇവരിതിന് വേണ്ടിയിട്ട് സഹോദരിക്കൊരു IUI എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇൻഫെർട്ടിലിറ്റി ആ ട്രീറ്റ്മെൻറ്റ് 7 പ്രാവശ്യം ചെയ്തിട്ട് അതൊരു വേറൊരു രോഗമായിട്ട് മാറി. അതായത് ഈ അണ്ഡം കൂടുതലായിട്ട് വർദ്ധിക്കുന്ന ഒരു അസുഖമായിട്ട് മാറി. അപ്പോൾ ഇതിനൊക്കെ ഈ ട്രീറ്റ്മെന്റിന് ഒത്തിരി പൈസ ചെലവായോ? ഇതിന് ചെലവായി ഏകദേശം 5 ലക്ഷത്തോളമായി. 5 ലക്ഷം രൂപയോളം ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവായി. എന്നിട്ട് ഇത്രയും രൂപ ഇവർ ചെലവാക്കിയിട്ട് ഇവർ IVF ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് സഹോദരിക്കും സഹോദരനും പ്രശ്നമുള്ളതുകൊണ്ട് സാധ്യത വളരെ കുറവാണ്, ഒട്ടും തന്നെ സാധ്യതയില്ല. എന്നിട്ടും ഇവർ ആ ഒരു IVF ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവർ ട്രൈ ചെയ്തു. ആ സമയത്ത് കഴിഞ്ഞ 2014 സെപ്റ്റംബർ മാസം TV പ്രോഗ്രാമിലൂടെ ഷെമ സിസ്റ്ററാണ് അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഷെമ സിസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷെമ സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും പരാജയപ്പെട്ടതിനെ തുടർന്ന് ട്രീറ്റ്മെൻറ്റ് പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്ക് ഒന്നിലധികം കുഞ്ഞുങ്ങൾ ലഭിക്കുന്നതായി കർത്താവ് കാണിക്കുന്നു എന്ന് ഷെമ സിസ്റ്റർ പറഞ്ഞു. കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നതായി കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ IVF തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി പരാജയപ്പെട്ട് വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് ഇനി അത് പരാജയപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ കാണുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ അല്ല പല കുഞ്ഞുങ്ങളെ കർത്താവ് നൽകാനായി പോവുകയാണ്. ആ 30-ാം തീയതി ഇവർ ആ ചെക്കപ്പില് ഈ സഹോദരി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. അതിനുശേഷം ഒക്ടോബർ മാസം എത്തിയപ്പോഴാണ് ഈ കുട്ടി ഒന്നല്ല 2 കുട്ടികൾ തൻ്റെ ഉദരത്തിൽ വളരുന്നുവെന്ന് ഇവർ അറിഞ്ഞത്. ആരോഗ്യമുള്ള 2 കുട്ടികളെ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ കർത്താവ് അവർക്ക് കൊടുത്തു. കുഞ്ഞിനെയും കിട്ടി. ഇത് ഭയങ്കര ലാഭമാണ്. കാരണം ഒറ്റതിൽ തന്നെ ഒരു ആൺകുഞ്ഞിനെയും കിട്ടി ഒരു പെൺകുഞ്ഞിനെയും കിട്ടി. യൂണിഫോമിലാണ് 2 പേരും, മഞ്ഞ യൂണിഫോമിൽ പട്ടാളമായിട്ട് ഇറങ്ങിയേക്കോ. ഹല്ലേലൂയ. എന്താണ് ഇത് കിട്ടിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പറയാനുള്ളത്? സന്തോഷമാണോ? സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണോ? ഇരട്ടി മധുരം എന്ന് കേട്ടിട്ടുണ്ടോ? ഇരട്ടി സന്തോഷമാണ്. ഹല്ലേലൂയ. കാരണം കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറുകയാണ്. 6 വർഷത്തെ ശൂന്യത. ഓരോ ട്രീറ്റ്മെൻറ്റിന് ശേഷം പൈസ മുടക്കി ഇത് ശരിയാകും എന്ന് വിചാരിച്ചു. പക്ഷെ അവസാനം 2 ഒരുമിച്ച് ആ വീട്ടിലേക്ക് വരുമ്പോഴുള്ള കലവില ശബ്ദവും കരച്ചിലും സന്തോഷവും എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. ഇങ്ങനെയാ കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നത്. കുശുമ്പും അസൂയയും ഇല്ലാത്തവർ കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറ. അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങ് കൊടുത്ത വളരെ സ്മാർട്ടായ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരനുഭവിച്ച എല്ലാ വേദനകൾക്കും പകരമായി കൊടുത്ത ഇരട്ടി സന്തോഷത്തിനായി നന്ദി. മാത്രമല്ല, ഈ സാക്ഷ്യം കാണുന്നവരുടെ ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ കർത്താവ് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.